റോഷിപാലിലേക്ക് കൂടി. റോഷിപാൽ, ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത് വെച്ച് മനസ്സിലാക്കേണ്ടത് എന്താണ്? വിശ്വപുരം ചന്ദ്രശേഖരൻ എല്ലാവരുമായും ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് തന്നെയല്ലേ? സുജയ, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായും വിശ്വപുരം ചന്ദ്രശേഖരൻ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ വിശ്വപുരം ചന്ദ്രശേഖരനെ UDFന്റെ അസോസിയേറ്റ് കക്ഷിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ യോഗത്തിൽ കെ മുരളീധരനും പ്രേമേന്ദ്രനും ചില ആശങ്കകൾ അറിയിച്ചിരുന്നു. ആശങ്കകൾ പക്ഷേ അടിസ്ഥാനമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിക്കുകയും ചെയ്തു. കാരണം നേരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തയാളാണ് ഈ വിശ്വപുരം ചന്ദ്രശേഖരൻ എന്നായിരുന്നു ഇവിടെ കെ മുരളീധരൻ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാ നേതാക്കളുമായും, പ്രത്യേകിച്ച് VD സതീശനെ നേരിട്ട് കണ്ടു. രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ എല്ലാ നേതാക്കളുമായി സംസാരിച്ച് UDFിലേക്ക് വരാനുള്ള താല്പര്യം അറിയിച്ചതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആശങ്ക വേണ്ടതില്ല എന്ന നിലപാടെടുത്താണ് തീരുമാനമെടുത്തത്. ഏതായാലും ഈ കാര്യത്തിൽ ഇനി ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. വിശ്വപുരം പറ്റിച്ചു കോൺഗ്രസിനെയും UDFിനെയും എന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. വിവരങ്ങൾ നൽകിയത് RO ഷിബ.